ഇന്നലെ എ.കെ. ആന്റണി നടത്തിയ വാർത്താസമ്മേളനം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ പ്രധാന ചർച്ചയാവുകയാണ്. തന്റെ ഭരണകാലത്തെ പോലീസ് അതിക്രമങ്ങളെ എ.കെ. ആന്റണി സ്വയം പ്രതിരോധിക്കാനിറങ്ങിയത് കോൺഗ്രസിന് തിരിച്ചടിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വാദത്തിന് പിന്നാലെ നിയമസഭയിലെ പ്രതിപക്ഷത്തിന്റെ പ്രകടനത്തിന് മങ്ങലേറ്റു എന്ന വികാരം പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്. 21 വർഷമായി ഏകപക്ഷീയമായി ഒരുപാട് ആക്രമണം നടക്കാറുണ്ട്. ഞാൻ അതിനൊന്നും ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. ആത്മീയത പറയുമ്പോൾ തുറന്നു പറയണമല്ലോ. അപ്പോൾ ചില അപ്രിയ പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പോൾ അടുത്ത അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞ് അതുകൊണ്ട് ജീവിച്ചിരുന്നാൽ അടുത്ത അസംബ്ലി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ പൊതുജീവിതത്തെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ശിവഗിരി, മുത്തങ്ങ, മാറാട് മൂന്നിടങ്ങളിലും പോലീസ് നടത്തിയ അതിക്രമം എ.കെ. ആന്റണി ഭരണകാലത്തെ കറുത്ത അധ്യായമാണ്. വർഷങ്ങളായി എതിർച്ചേരി ആന്റണി സർക്കാരിനെതിരെ ഇക്കാര്യം ഉയർത്തിയിട്ടും കോൺഗ്രസിന് ഇന്നുവരെ മതിയായ പ്രതിരോധമുയർത്താൻ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും ഒടുവിൽ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഇടവേളയെടുത്ത 21 വർഷം കഴിഞ്ഞ് സ്വയം പ്രതിരോധത്തിനിറങ്ങുമ്പോൾ ആന്റണിയുടെ ഉള്ളിൽ നീരസം പ്രകടം. 3 വിഷയങ്ങളിലെയും അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് എ.കെ. ആന്റണി ആവശ്യപ്പെട്ടതോടെ വീണ്ടും ഈ വിഷയം ചർച്ചയാകുമെന്നുറപ്പ്. നിയമസഭയിൽ ഭരണപക്ഷ വിമർശനത്തിന് മതിയായ പ്രതിരോധം തീർക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞതുമില്ല. 85-ാം വയസ്സിൽ സ്വയം പ്രതിരോധത്തിനിറങ്ങിയ മുൻ മുഖ്യമന്ത്രിയുടെ നടപടി കോൺഗ്രസിന് തിരിച്ചടിയാണ്. പ്രതിപക്ഷ പ്രവർത്തനത്തിന് വിമർശിക്കാൻ തയ്യാറല്ലെങ്കിലും ആന്റണിയുടെ മനസ്സിൽ ചിലതുണ്ടെന്ന് വ്യക്തം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ചില അപ്രിയ സത്യങ്ങൾ പറയാനുണ്ടെന്ന് എ.കെ. ആന്റണി പറയുന്നതും പലതും മനസ്സിലുറപ്പിച്ചാണ്. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഭരണപക്ഷത്തെ മുൾമുനയിൽ നിർത്തിയ പ്രതിപക്ഷത്തിന് ഇത്തവണ വീര്യം പോരെന്ന ആക്ഷേപം ഇതിനകം ഉയർന്നിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പാർട്ടിക്കുള്ളിലെ തർക്കങ്ങൾ സഭയിലെ പ്രകടനത്തെ ബാധിച്ചോ എന്നറിയാൻ ഇനിയും കാത്തിരിക്കണം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.